ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ട്യൂസ്ഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഏട്ടൻ്റെ ഓഫ് ഡേ വരുന്നത്. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ ഇവിടെയുള്ള ചുറ്റുപാട് മാത്രം രാത്രി എപ്പോഴെങ്കിലും നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലൊന്നും പോവാണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ ഓഫ് ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യും, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മളുടെ ഇഷ്ടപ്പെട്ട സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്കിന്ന് പൂരിയാണ്. നമ്മൾ കുറേ നാളായി പൂരി കഴിച്ചിട്ട്. സാധാരണ നമ്മളുടെ ഒരു ദോശ ചമ്മന്തി ദേശീയ ഭക്ഷണം പോലെ തന്നെ മറ്റൊരു ഒരു എന്താ പറയുക അടിപൊളി കോമ്പിനേഷനായിരുന്നു പൂരിയും പൊട്ടറ്റോ കറിയും. പക്ഷെ തലേ ദിവസം രാത്രി ഞാൻ ഓൾറെഡി ചിക്കൻ കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ കഷ്ടപ്പെട്ട് ഞാൻ പൊട്ടറ്റോ കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൂരിക്ക് ചിക്കൻ കറിയാണ് കേട്ടോ. അതെ, ചിക്കൻ കറിയാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലോട്ടേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ എൻ്റെ എല്ലാത്തിൻ്റെയും അളവെന്ന് പറയുന്നത് ആ ഒരു ഗ്ലാസ്സാണ്. ആ ഒരു ഗ്ലാസ്സിൽ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പാകത്തിനുള്ളത് ആവാറുണ്ട്. ചപ്പാത്തി പൂരി എന്തും ആയിക്കോട്ടെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഏട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പം പൂരിയൊക്കെ സെറ്റായിട്ട് എഴുന്നേക്കാമെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം നൈറ്റായിരുന്നു. നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ 3 മണിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആകെ കൂടെ ഒരു 3 മണിക്കൂർ ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്ക് എന്തോ കിടന്നു, 9 മണി ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റു. ഏട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പം നമ്മൾ എന്താ പറയുക ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച എഴുന്നേക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉറങ്ങി തീർത്ത ഒരു അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉറങ്ങാതെ നമുക്ക് പിടിച്ച് നിൽക്കാം, എന്നിട്ട് നമുക്ക് ചൊവ്വാഴ്ച രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതേ പൂരിയൊക്കെ നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ വെച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം എന്താ പറയുക, ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരു സൈഡിൽ നിന്ന് ഞാനും അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ആരെങ്കിലും കൂടെയൊക്കെ പിടിച്ച് വലിച്ചാലാണ് നമ്മുടെ പൂരിയൊക്കെ പൊടിഞ്ഞ് വരുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഇങ്ങനെ ചെയ്ത് നിത്യാഭ്യാസി ആരെയാണ് ആ ഒരു പഴഞ്ചൊല്ലല്ലേ, ആ ഒരു സെയിം പഴഞ്ചൊല്ല് തന്നെയാണ് ഇപ്പം നല്ല സെറ്റായിട്ടൊക്കെ നമ്മുടെ പൂരി വരാറുണ്ട് കേട്ടോ. അങ്ങനെ പൂരിയും റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ സൈഡിൽ നമ്മുടെ ചിക്കനും കൂടെ ഞാനൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നീട്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വിഭവസമൃദ്ധമായിട്ട് പൂരി ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്യുക. അതായത് ഇപ്പം ഈ ഒരു ഓഫ് ഡേയിൽ നമ്മൾ വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓഫ് ഡേ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടാവുക, വേറെ എവിടെയും പോവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഓഫ് ഡേ നമ്മൾ പുറത്തോട്ട് പോകും. പിന്നെ ഇൻ കേസ് വേറെ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മൾ പുറത്തോട്ടേക്ക് പോകാറുള്ളൂ. കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടൻ വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ദിവസം ഫുൾ ഏട്ടൻ വെളിയിൽ ജോലിക്ക് പോവുക, ഞാനാണ് വീട്ടിലിരിക്കുന്നേ ഉള്ളൂ. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വരയുണ്ടാവും. പക്ഷെ എൻ്റെ കെട്ടിയവന് ആ ത്വര തീരെ കാണാറില്ല. ഈ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തന്നെ ഏട്ടനെ കുത്തിപ്പൊക്കി വെളിയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു യമണ്ടൻ ടാസ്ക്കാണ്. കാരണം ഏട്ടൻ ഭയങ്കര മടി പിടിച്ച സാധനമാണത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും പണ്ട് ജോലിക്ക് പോണ സമയത്ത് ഒരു ദിവസം ഇപ്പം ഞായറാഴ്ച അവധി കിട്ടുമ്പം ഞാൻ എങ്ങനെയെങ്കിലും വീടിനുള്ളിൽ ചടഞ്ഞുകൂടി ഇരിക്കാനേ ഞാൻ നോക്കാറുള്ളൂ. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 6 ദിവസവും ഞാൻ വീടിൻ്റെ ഉള്ളിലാണ്. അപ്പം ഒരു 7ാമത്തെ ദിവസം ഓഫ് കോഴ്സ് നമുക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു 2 പേരും കൂടെ ഒരു കോംപ്രമൈസിലെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പുറത്ത് പോവാം, അല്ലാത്ത ദിവസങ്ങളിൽ ഉള്ളിലിരിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് എന്തൊക്കെയോ ടി വിയിൽ കണ്ടതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡിലോട്ടേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് മട്ട റൈസൊക്കെ വെച്ചിട്ട് ഇറച്ചിച്ചോറാക്കാമെന്നാണ്. നമ്മൾ അന്നൊരു ഹാഫ് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതി എടുത്ത് പകുതിയല്ല മൊത്തം എടുത്തിട്ട് ഉപ്പും കുരുമുളകും കൂടെ തേച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടു. തട്ടിക്കൂട്ടാണ്, അതുകൊണ്ട് തന്നെ നെയ്യും കാര്യങ്ങളും വേറെ റൈസ് ഒന്നും ഞാൻ യൂസ് ആക്കുന്നില്ല. നമ്മുടെ സാദാ മട്ടരിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് 2 സവാള, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു മോരുകറിയും ബീഫ് റോസ്റ്റും ആക്കാമെന്നാണ്. പിന്നെ എവിടെയോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഇറച്ചിച്ചോറ് വന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബസ്മതി അരി മേടിക്കാനൊന്നും നിന്നില്ല. കാരണം പിന്നെ ഇറച്ചിച്ചോറിനെ പറ്റി കുറേ സെർച്ച് ചെയ്തപ്പം മട്ടരി വെച്ചിട്ടും ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ വീഡിയോസിൽ കണ്ടു. പിന്നെ അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ മസാലകളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല, അങ്ങനെ എല്ലാ മസാലാസും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് വഴറ്റാം. സെയിം സംഭവം തന്നെ, വലിയ ഇതൊന്നുമില്ല കേട്ടോ. ചെയ്ത് വന്നു കഴിഞ്ഞപ്പം സാധാ ഒരു ബിരിയാണിയുടെ ഒരു വകഭേദം തന്നെയാണല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് 2 സ്പൂൺ
തൈരും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ സെറ്റായി കഴിഞ്ഞപ്പം അര ബീഫാണ് വാങ്ങിച്ചത്. അതിൽ പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് അതിനെ തട്ടി അത് വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. പകുതി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ ഏട്ടൻ പറയണുണ്ടായി ഇനി ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മുങ്ങി തപ്പണമല്ലോ ബീഫിൻ്റെ പീസ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ബീഫൊക്കെ അധികം കഴിക്കണ അത്ര നല്ലതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വിഭജിച്ച് വെക്കും. പിന്നെ ഇതേ നമ്മുടെ ചോറും കൂടി ഇട്ട് മല്ലിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വേപ്പിലൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു സാലഡും കൂടെ ആക്കി. എന്തായാലും സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. തട്ടിക്കൂട്ടിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒപ്പിച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ ഒരു ഇങ്ങനത്തെ പുറത്ത് പോകാത്ത ഓഫ് ഡേ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കുക്ക് ചെയ്യുക തിന്നുക അത് തന്നെ. പിന്നെ വേറൊരു ഹോബിയാണ്, ഏട്ടൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഏട്ടൻ ഭയങ്കര ഒരു ഇങ്ങനത്തെ ഫുട്ബോൾ, ക്രിക്കറ്റ് അതിൻ്റെ ഒരു പ്രാന്തനാണ്. അതുകൊണ്ട് ഏട്ടൻ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ സൈഡിൽ ഒരു കലാവിരുതുണ്ട്, എനിക്ക് മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. അങ്ങനെ കലാവിരുതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പുറത്ത് ചുമ്മാ ഒന്ന് നമ്മുടെ അവിടെ കുറച്ചൊരു ലോൺ ഏരിയ ഉണ്ട്, പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയൊക്കെ ചുറ്റി കറങ്ങും. കുറച്ച് നേരം കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി പിന്നെയും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പുറത്തൊന്നും പോകാണ്ടുള്ള സാധാ ഒരു ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അത്രയും നേരം ഉള്ളിലായതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കൊന്ന് നമ്മളുടെ ആ ഒരു ചുറ്റുപാടൊന്ന് ചുറ്റിക്കറങ്ങും. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ എന്താ, അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു കുട്ടി അവധി ദിവസം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.